കാത്തിരിക്കേണ്ട ബിസിനസ് അല്ല. എന്റെ അഭിപ്രായം, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. നമുക്കറിയാം, നമുക്ക് ഡൗൺലൈൻ, അപ്ലൈൻ, മെന്റർഷിപ്പ് ഒക്കെ നമുക്ക് വേണം. പക്ഷെ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വയമായിട്ട് നമ്മൾ ഒരുങ്ങി ഇറങ്ങാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മറ്റത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ലീഡേഴ്സ് വരുന്ന സമയത്ത് അത് അവരുടെ വർക്ക് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ആണ്. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു രണ്ട് കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് അവര് ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ബിസിനസ് പോകാം. അല്ലെങ്കിൽ അവരെ കൊണ്ടുവരുന്ന സമയത്ത് അവരെന്താണോ സംസാരിക്കുന്നത്, അവരെന്ത് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ അവര് എക്സ്പീരിയൻസ് കണ്ടിട്ടാവില്ല ഒരാൾ ജോയിൻ ചെയ്യുക. ഒരു പക്ഷേ സംസാരം അല്ലെങ്കിൽ ആ ഒരു പ്രസന്നത അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇതൊക്കെ കണ്ടിട്ടാവും വേറൊരു വ്യക്തി ജോയിൻ ചെയ്യും. ഒരുപാട് ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു ചുറുചുറുക്ക് സംസാരം ഉണ്ടല്ലോ, ആ ഒരു പ്രസന്നത ഉണ്ടല്ലോ, അത് കാണുമ്പോ തന്നെ നമുക്കൊരു എനർജിയാണ് ആ ഒരു രൂപത്തില്. അപ്പൊ നമുക്കതില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കണം. കാരണം ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഒരു 3 തലമുറ അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള തലമുറ സുഖിച്ച് കഴിയാനുള്ള വരുമാനം MI ലൈഫ് സ്റ്റൈൽ തരുന്നുണ്ട്. അപ്പോ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങില് ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഒരു വരുമാനം നമ്മുടെ ഫാമിലിക്ക് എത്തിച്ചു കൊടുക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ, അല്ലെ? അപ്പൊ നമ്മൾക്കാണ് ഏറ്റവും, നമ്മുടെ ബാക്കിയുള്ള തലമുറക്ക് ഇതൊന്നും ഏൽക്കണ്ട, അറിയണ്ട. അവര് നമ്മുടെ എഫേർട്ടിന്റെ ഫലമാണ് അവര് ആ ഒരു ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരെ ആസ്വദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിജക്ഷനും അല്ലെങ്കിൽ എന്താണെങ്കിലും മെറിറ്റ് ആയിക്കോട്ടെ റീമെറിറ്റ് ആയിക്കോട്ടെ എന്തും അനുഭവിക്കാൻ നമ്മളാണ് യോഗ്യര്. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ കോൺഫിഡൻസ് ഒരു സാധാ ലെവലിൽ നമ്മൾ നിന്നാ പോരാ, കുറച്ചും കൂടി ബോൾഡ് ആവണം, അല്ലെങ്കിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചെടുക്കണം. അതിന് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയണില്ല, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മറുപടി എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് പകരം ഞാൻ എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ടാണ് എന്റെ ലീഡേഴ്സ് പറയുമ്പോൾ റിസൾട്ട് ഉണ്ടാവണം, ഞാൻ പറഞ്ഞിട്ട് റിസൾട്ട് ഇല്ലാതിരിക്കണേ, എന്തുകൊണ്ട് എന്റെ ടീമിനെ എനിക്ക് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, എന്റെ ടീം എന്തുകൊണ്ട് എന്റെ കൂടെ വരുന്നില്ല, അതിനെന്താണ് എനിക്ക് കുറവ്? നമ്മൾ പലപ്പോഴും പല ആളുകളും നമ്മളെ ടീം കൊഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടീം നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഇല്ലാതാവുമ്പോഴോ നമ്മളിലേക്ക് നമ്മൾ ചൂണ്ടൂല. അപ്പോഴും ആ ടീമിന്റെ കുറ്റം അല്ലെങ്കിൽ ആ ലീഡേഴ്സ് അവരെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പലപ്പോഴും നമ്മുടെ കുറ്റം മെല്ലെ മറ്റുള്ള ആളുകളിലേക്ക് ചാരാറാണ് നമ്മൾ പതിവ്, അല്ലെ? പക്ഷെ അത് നമുക്ക് തന്നെ നമ്മൾ പരാജയത്തിലേക്ക് നമ്മൾ തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ അതിന് പകരം നമ്മൾ എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺ എന്താ, ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തണം, എന്തുകൊണ്ടാണ് എന്റെ ലീഡേഴ്സ് ഒക്കെ ഈ രൂപത്തിൽ മുന്നോട്ട് വന്നത്, അവർക്ക് എന്ത് ക്വാളിറ്റി ആണുള്ളത്, അവർക്ക് എന്ത് അറിവാണുള്ളത്. നമുക്കറിയാം, നമ്മളോടൊക്കെ പല രീതിയിലുള്ള മോട്ടിവേഷൻ ബുക്കുകൾ, അതുപോലെ തന്നെ പല രീതിയിൽ ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി സോഷ്യൽ മീഡിയയിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് അല്ലെങ്കിൽ വിജയിച്ച ആളുകളുടെ പല ബുക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ, എക്സ്പീരിയൻസ് നമുക്കറിയാം. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മൂവ്മെന്റ് പലതും ഒരാളെ നമുക്കൊരു മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിന്റെ ഉള്ളിൽ എന്താണ്, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഇരിക്കുന്നത്, ചാഞ്ഞിട്ടാണോ ചെരിഞ്ഞിട്ടാണോ, അത് ഇരിക്കുമ്പോ പോലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്താണ്, ആ ഇരുത്തത്തിൽ കൂടെ നമുക്ക് എങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു സ്വഭാവം മനസ്സിലാക്കി എടുക്കാന്ന് പറ്റുന്ന രൂപത്തിലുള്ള എല്ലാ മോട്ടിവേഷനും ഉണ്ട്. ഞാൻ പലപ്പോഴും അത് കാണാറുണ്ട്. ഒരു ഇരുത്തത്തിൽ പോലും ഇതിനർത്ഥം ഇതാണ് എന്നുള്ളത് ചിന്തിച്ചപ്പോൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം അതുപോലെ തന്നെ നമ്മളെ ഷെയ്ക്ക് ഹാൻഡിൽ പോലും നമുക്കതിന് അർത്ഥമുണ്ട്. നമ്മൾ വെറുതെ ഒരു കൈ കൊടുത്തു പോകുക എന്നല്ലാതെ പലപ്പോഴും പലതിനും നമുക്ക് അതിനുള്ള ഒരു അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരെന്താണ്, അപ്പൊ ആ സംസാരിച്ച സമയത്ത് എന്നിൽ എന്ത് കുറവുണ്ട്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ അവിടെ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞിരുന്നു നിങ്ങൾ അങ്ങനെ അല്ല അവിടെ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആവരുത് കേട്ടോ. ഇപ്പൊ എപ്പോഴും പറയാണ്ട് നമ്മളെ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ഹീറോ, സെയിൽസിലെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു അപ്ലൈൻ ലീഡർ അല്ല, ആ കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മളിലുള്ള പ്രസന്നത എത്രയാണോ അവിടെ നമുക്ക് അത്രത്തോളം കൂട്ടാൻ പറ്റുമോ. ചില ആളുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലീഡേഴ്സ് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇൻഷേർഡ് ചെയ്യാനും ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനും. ചില ആളുകൾ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ചില ആളുകൾ പറയും ഞാൻ TC ആവട്ടെ അല്ലെങ്കിൽ ATC ആവട്ടെ, അല്ലെ? പലപ്പോഴും പല എക്സ്ക്യൂസസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ന് മാറാൻ തയ്യാറാകുന്നോ, നമ്മൾ ഈ ഒരു ആശയം കേട്ട് ഇതിൽ ചില ആളുകൾ നടക്കുമോ നോക്കട്ടെ, ഇത് എത്ര വരെ പോകും എന്ന് കേട്ടപ്പോ ഞങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്ലൈ ലീഡേഴ്സിനൊക്കെ ഇതുപോലെ വന്ന ആളാണ്. ഇപ്പൊ റസാഖ് സാറിന്റെ സുഹൃത്ത് ചങ്ക് എന്ന് പറയുന്ന സുഹൃത്ത് തന്നെയാണ് വന്നത് ഞങ്ങളെ ഈ ബിസിനസ് കാണിച്ചു തരാൻ. പക്ഷെ ഇത് നടക്കോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ റിസൾട്ടിലാണ് ഞങ്ങൾ അടുത്ത് വരാൻ അദ്ദേഹത്തിന് ആ ഒരു ധൈര്യം കാണിച്ചത്.
ഉൽപ്പന്നം പക്കയാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ബിസിനസ്സിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കോൺഫിഡൻസ് ഇല്ലായ്മ. പക്ഷെ ഞങ്ങൾക്ക് അത് ഉണ്ടായതുകൊണ്ട് ലീഡേഴ്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സപ്പോർട്ടിന്റെ ഭാഗമായി അവര് നമ്മളൊക്കെ സപ്പോർട്ട് ഒരാൾക്ക് ചെയ്യാം, മാക്സിമം ചെയ്തു കൊടുക്കാം. പക്ഷെ ആ വ്യക്തി വിചാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊരാളെ ഒരു പരിധിയിൽ കവിഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. കാരണം ഒരു ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, ബിസിനസ് മീറ്റിംഗ് ആയിക്കോട്ടെ, എന്ത് എടുത്ത ഒരു ലീഡർ പോരുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്ത ഒരു അപ്ലൈനും അതിന് മേലത്തെ അപ്ലൈനോ അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ആ കുറവ് നികത്തി ഫോളോ അപ്പ് ചെയ്ത് പലപ്പോഴും ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഫോളോ അപ്പിന് പോകുക. ഇങ്ങനെയൊക്കെ പല പല കാരണങ്ങൾ, തെറ്റുകളും കുറ്റങ്ങളും അല്ലെങ്കിൽ പോരായ്മകളും നമ്മൾ നികത്താൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ വിചാരിക്കും നമ്മൾ സുഖമായിട്ട്, ചില ആളുകൾ പറയുന്നുണ്ട് എന്റെ ഓർഗവണ്ണിൽ ഒരു പവർഫുൾ ലീഡർ ആയിട്ടുണ്ട്, ഇനി അപ്പുറത്തും കൂടി ഒരാൾ വന്നാൽ കഴിച്ചിലായി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ബിസിനസ് ശരിക്കും ജെന്യുവിൻ ആയിട്ടുള്ള ബിസിനസ് ആണ്. അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള ശരിക്കും ദൈവത്തിന്റെ ശരിക്കും കരതലങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. പല സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം, അല്ലെ? അപ്പൊ നമ്മളെന്താണോ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ സർവശക്തൻ അറിയാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളെ ഉള്ളില് എന്താണ്, ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അവർക്ക് വേണ്ടിയിട്ടല്ല, അവരിങ്ങനെ വിളിക്കുമ്പോ ഒന്ന് പോയി നോക്കാം. അല്ലെ ലീഡേഴ്സിന് വേണ്ടിയിട്ടാണോ നമ്മൾ ട്രെയിനിങ്ങിനോ ഒക്കെ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടൂല. നമ്മൾ ഇങ്ങനെ ഓടുക. എന്താണ് റിസൾട്ട് കിട്ടാത്തത്? നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നും മറ്റാരെയും ബിസിനസ് അല്ല, മൈ ഓൺ ബിസിനസ്, ഞാൻ എന്റെ ബിസിനസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും എനിക്ക് ആരുടെ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ നമ്മളെ പുഷ് ചെയ്യലില്ലാതെ ഇറങ്ങാൻ പറ്റുന്നതും, അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ഒരു ഇപ്പൊ നമ്മളെ ലീഡർ അല്ലെങ്കിൽ നമ്മളെ ഫൗണ്ടർ പറയുന്ന പോലെ റീഇഗ്നൈറ്റ് ചെയ്യൂ, ആളി കത്തിക്കൊണ്ടിരിക്കുക. നമ്മളെ തന്നെ കത്തിക്കാൻ പറ്റണം, എങ്കിലേ നമുക്ക് മറ്റുള്ളവരെ കത്തിക്കാം. ഒരാള് നമ്മളെ വന്ന് കത്തിച്ചു കഴിഞ്ഞാൽ അവര് പറയുമ്പോ അല്ലെങ്കിൽ അവര് ആ ഒരു അടുത്തുണ്ടാകുന്ന സമയത്ത് അവരുടെ ആ പ്രസൻസ് ഉള്ള സമയത്ത് മാത്രമേ നമുക്കൊരു എനർജി ഉണ്ടാവുള്ളൂ. അവര് പോരുന്ന സമയത്ത് നമ്മളുടെ എനർജിയും അല്ലെങ്കിൽ ലീഡേഴ്സിന് വേണ്ടിയിട്ട് പലപ്പോഴും പല എക്സ്പീരിയൻസ് ഉദാഹരണം പറഞ്ഞ് വീട്ടിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് അതാണ് അന്ന് ഇതാണ്. അപ്പൊ അവരുടെ എക്സ്ക്യൂസ് കഴിഞ്ഞിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങാൻ തന്നെ പറ്റൂല. ഇങ്ങനെയൊക്കെ നമ്മുടെ മാറ്റങ്ങൾ, നമ്മുടെ കുറവുകൾ നികത്താൻ നമുക്ക് പറ്റണം. അത് അപ്പോഴേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ, അപ്പോഴേ നമുക്ക് റിജക്ഷൻ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഈ ഒരു കാരണങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് പോലും കഴിയുന്നത് നമ്മളെ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ ഒരു എഴുതി പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും ആ എക്സ്പീരിയൻസ് വരില്ല. ഇപ്പൊ നമ്മുടെ മക്കളായിക്കോട്ടെ പ്രാക്ടിക്കൽ, തിയറി മാത്രം കഴിയൂല, പ്രാക്ടിക്കൽ അത് മാത്രം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയാ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഡ്രൈവിംഗ്, ആ ഡ്രൈവിംഗിൽ നമ്മളിപ്പോ പഠിക്കാത്ത ഒരാള് ഇത് ഇന്ന സ്റ്റാർട്ട് ആക്കണം, വണ്ടിയിൽ കയറിയിട്ട് ഇന്ന സ്റ്റാർട്ട് ആക്കണം, ആദ്യം സ്റ്റാർട്ട് ആക്കിയിട്ട് ബ്രേക്ക് മക്കാലമർത്തുക, അതുപോലെ തന്നെ ആക്സിലേറ്ററിൽ, അതുപോലെ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് എഴുതി വെച്ചുകൊണ്ട് ഒരിക്കലും പഠിക്കാൻ പറ്റൂല, ചെയ്തിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഇതൊക്കെ ചെയ്ത് പഠിക്കേണ്ട സംഭവങ്ങളാണ്. നമ്മുടെ ഈ ഒരു ബിസിനസ്സും നമ്മുടെ ഫീൽഡിൽ ഇറങ്ങി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത് കാര്യങ്ങൾ ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാവൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാതെ, അല്ലെ? ഒന്നിൽ പഠിക്കാതെ 2ൽ പോയ എന്താവും അവസ്ഥ? അതേപോലെ തന്നെ 1, 2, 3, 4, 5 പഠിക്കാതെ 7, 8 പഠിച്ചാൽ എന്തേക്കാര അവസ്ഥ? ഇത് തന്നെയാണ് ഈ ബിസിനസ്. ആദ്യം നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതൊരു ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഒരു ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ബിൽഡ് ചെയ്തിരിക്കണം. അത് നമ്മുടെ ഫസ്റ്റ് എന്താ പറയാ, ഇത് ലിസ്റ്റ് മസ്റ്റ് ആണെന്ന് എല്ലാ ലീഡേഴ്സും നിങ്ങള് നമ്മുടെ GTS വരുന്ന സമയത്ത് പല ലീഡേഴ്സിനെയും കണ്ടിട്ടുണ്ട്. ITC, അതുപോലെ തന്നെ CTC, NTC, പല ലീഡേഴ്സിനെയും അവരോടൊക്കെ ചോദിച്ചു നോക്കൊണ്ട് ഈ ബിസിനസ്സിൽ ആദ്യം വേണ്ടത് എന്താണ് സാറേ എന്ന് ചോദിക്കുക. ആദ്യം വേണ്ടത് നമ്മൾ നിലനിൽക്കാൻ നമുക്കുള്ള വിശ്വാസം ഇതൊക്കെയാണ്. പക്ഷെ പിന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തായാലും ലിസ്റ്റ് ബിൽഡിങ് മസ്റ്റ് ആണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നമ്മളെ ഉറച്ച തീരുമാനമാണ് നമ്മളെ രക്ഷപ്പെടുത്താം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയണം. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ തെറ്റുകൾ തിരുത്തുക. ചിലത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിജക്ഷനെ നിങ്ങൾ വിട്ടുകൊടുക്കുക. അവര് റിജക്ട് ചെയ്തോട്ടെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവരെ ആ റിജക്ഷനെ നമുക്ക് പുഞ്ചിരിയോടെ നേരിടാൻ കഴിയാം.
പലപ്പോഴും നമുക്ക് പറ്റാത്ത സംഭവമാണ് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ടെൻഷൻ വരിക. പലപ്പോഴും പല ഈ എന്താ പറയാ ടെൻഷൻ അല്ലെങ്കിൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഒരു ഉത്കണ്ഠയാണ് അല്ലെ. ആ ഉത്കണ്ഠ കൂടി 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 ഡിപ്രഷൻ ആവും. ഡിപ്രഷൻ പിന്നെ ആത്മഹത്യയിലേക്കാണ് നമ്മളെ നയിക്കുക അല്ലെ. ഇപ്പത്തെ സാഹചര്യങ്ങളിൽ തന്നെ നമ്മളൊന്നും വളർന്ന പോലെയല്ല നമ്മുടെ മക്കള്. എന്തെങ്കിലും ഒന്ന് പറയാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോൺ പിടിച്ചു വാങ്ങിയതിന് ആത്മഹത്യ ചെയ്തു. സില്ലി കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ചാല് ഇന്നത്തെ സാഹചര്യ സിറ്റുവേഷൻ ആണ്. നമ്മളെ ചെറുപ്പത്തിൽ നമ്മളുടെ രക്ഷിതാക്കൾ നമ്മളെ ബോൾഡ് ആക്കിയിട്ടാണ് വളർത്തിയത്. പലപ്പോഴും പല ഉറക്കനെ ഇപ്പൊ ഇന്നലെ തന്നെ സാറ് പറയണ്ടായി, നമ്മളെ അച്ഛനമ്മമാരൊക്കെ പഴയ അച്ഛനമ്മമാരൊക്കെ ഒരു അകലം പാലിച്ചിട്ട് അല്ലെ. ഇന്നൊന്നും നമ്മളെ മക്കളെ എങ്ങനെയാണ് ഫ്രണ്ട്സ് പോലെയാണ് ഡീൽ ചെയ്തിട്ടും അവര് നമ്മളുടെ ഒരു സുഹൃത്തിനെ പോലെയാണ് നമ്മളെ മക്കള്. പക്ഷെ പഴയ രക്ഷിതാക്കൾ അങ്ങനെയായിരുന്നു. അവരൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷെ സ്നേഹം അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അവിടെ ബഹുമാനം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മര്യാദ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ എന്താ പറയാ കയറുരി വിടുക എന്ന് പറയില്ല, ആ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചത്തിലൊരു സംസാരം, ഒരു വാക്കോ അല്ലെങ്കിൽ ഒന്ന് അവരോട് നോ പറയാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികൾ അത് റിജക്ഷൻ, അത് ആ ഒരു ഫേസ് നോക്കാതെ അവരുടെ ആ ഒരു റിജക്ഷൻ നേരിടാതെ അവര് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് ആ ഫേസ് നേരിടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് എന്തെങ്കിലും പല രൂപത്തിൽ അവര് ആ ഒരു സാഹചര്യം അവര് അനുകൂലാകാം, ചിലപ്പോൾ പ്രതികൂലാകാം. പല രൂപത്തിലാണ് അവര് നേരിടേണ്ടി വരിക. അല്ലെങ്കിൽ അത് വിട്ടുകളയാ. ആ റിജക്ഷൻ എന്താണോ അത് വിട്ടുകളയാൻ നമ്മൾ ആദ്യം പഠിക്കുക. അത് പറഞ്ഞോട്ടെ. ഇപ്പൊ കണ്ടിട്ടില്ലേ നമ്മള് വടം വലിക്കണ സമയത്ത് ഏതെങ്കിലും ഒരു കൂട്ടരെ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവര് തോറ്റാലേ മറ്റു ഭാഗമുള്ളവര് ജയിക്കുള്ളൂ അല്ലെ. അത് നമ്മൾ അവിടെ വിട്ടുകൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഹസ്ബൻഡിനോടോ വൈഫിനോടോ അല്ലെങ്കിൽ മക്കളോടോ ആ ഒരു ചിലപ്പോ നമ്മളെ എതിർത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോ മനഃപൂർവ്വം നല്ലതാണെങ്കിൽ പോലും അതൊന്ന് വിട്ടുകൊടുക്കും അല്ലെ. അത് വിട്ടുകൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളെ തന്നെ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കാൻ പഠിക്കണം. നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ റിജക്ഷനെ നേരിടാൻ നമുക്ക് നല്ല കഴിയും. നമ്മളെ ചില ആളുകളുണ്ടല്ലേ മസിലൊക്കെ പിടിച്ച് ചിരിക്കാൻ പോലും അവരുടെ ടെൻഷൻ ആകാം, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാകാം, വീട്ടിലെ ബുദ്ധിമുട്ടാകാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ടാവാം ചില ആളുകൾ ചിരിക്കണം. ഞാൻ ഇതേപോലെ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോയ സമയത്ത് ഒരു വ്യക്തിനോട് സംസാരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലുള്ള ഒരു വ്യക്തിയെ സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു പക്ഷേ ആ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഏകദേശം ഒരു 1 hour ഞങ്ങൾ സംസാരിച്ച സമയത്ത് പോലും അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ഒരു ചിരി പോലും, ഒരു പുഞ്ചിരി പോലും വന്നിട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. അതുപോലുള്ള ഒരു ആളായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ അദ്ദേഹം ചിരിക്കാത്തതിന്റെ കാരണം എന്താ? അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഒരുപാട് റിജക്ഷൻ അല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആ ഒരു സിറ്റുവേഷൻ, അദ്ദേഹത്തെ ഒരു അധ്വാനിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടി രാവും പകലില്ലാതെ ഒരു അധ്വാനിക്കുന്ന ഒരു വ്യക്തി, പക്ഷെ അദ്ദേഹം ഡിപ്രഷനിലാണ്. ചിരിക്കാൻ മറന്നുപോയൊരു വ്യക്തി എന്ന് പറയാൻ പറ്റും. ഈ സംസാരം നമ്മള് പല രീതിയിൽ ഞങ്ങൾ അദ്ദേഹത്തിനെ ഒരു ബൂസ്റ്റ് ചെയ്യാനും ഒരു ആവേശത്തിലാക്കാനും പലപ്പോഴും നോക്കി. പക്ഷെ അദ്ദേഹം ആ ഒരു ചിരി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അദ്ദേഹം മറന്നു പോയിട്ടില്ല ജീവിതത്തിൽ നിന്ന്. പക്ഷെ നമ്മളെ തന്നെ സ്നേഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളെ മസിലൊക്കെ വരിഞ്ഞു മുറുകി ചിരിക്കാൻ കഴിയില്ല, നമ്മൾ പ്രസന്നതയാവാൻ കഴിയില്ല. നമുക്കുള്ളതേ നമുക്ക് കൂട്ടത്തിനും കുടുംബത്തിനും കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ അദ്ദേഹം ആ ഒരു മസിൽ പിടിച്ചിരിക്കുക, ചിരിക്കാൻ കഴിയാത്തതല്ലേ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാ അല്ലെ. ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതുണ്ട് നമുക്ക് അല്ലെ. ഒരു എന്താ പറയാ ബാങ്ക് മാനേജർ അദ്ദേഹത്തിന് ഇപ്പോഴും ഫ്ലവർ വെക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ആ ഫ്ലവർ ഒരു ദിവസം വാടിപ്പോയത് അദ്ദേഹം ചൂടായി. എന്തുകൊണ്ടാണ് ഇന്നത്തെ ഫ്ലവർ എന്നും വെക്കുന്ന സമയത്ത് അദ്ദേഹം ഗുഡ് പറയും, പക്ഷെ ഈ ഒരു ഫ്ലവർ വാടിപ്പോയത് കൊണ്ട് ചൂടായ സമയത്ത് അദ്ദേഹത്തിന് ഡിപ്രഷനായി. ആ ഡിപ്രഷനോട് കൂടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് വൈഫ് ചൂടുള്ള ചായ കൊണ്ട് വാതിൽ തുറക്കണം. എന്നും വരാറുണ്ട് വൈഫ്, ചായ കൊടുക്കാറുണ്ട്. അദ്ദേഹം ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഡിപ്രഷനായി. വൈഫിനെ ആ ഒരു ചായ കൊണ്ടുവരുന്ന കയ്യോ ഗ്ലാസും കപ്പൊക്കെ തട്ടിയിട്ടിട്ട് അദ്ദേഹം അവിടെ പോയിരുന്നു. ആ ഒരു കാരണം കൊണ്ട് വൈഫ് ഡിപ്രഷനായി അല്ലെ. ആ ഒരു വൈഫ് ഡിപ്രഷൻ ആയതുകൊണ്ട് തന്നെ മോള് വന്നുകൊണ്ട് അമ്മ എനിക്കിത് പഠിപ്പിച്ചു തരാൻ ഈ ഒരു വാക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോ മോളോട് അമ്മ കയർത്തു. കാരണം അമ്മ ഡിപ്രഷനാണ് അല്ലെങ്കിൽ ടെൻഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മോള് ടെൻഷനായി. കാരണം എന്താ വെച്ചാൽ അമ്മ ഇതുവരെ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല, എന്തുകൊണ്ടാണ് അമ്മക്ക് പറ്റിയതെന്ന് മോൾ അതേ കാണുള്ളൂ, അമ്മനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ മോള് വീട്ടിലുള്ള ഒരു ഓമനയായി വളർത്തുന്ന ഒരു പൂച്ച കാലിന്റെ അടുത്ത് വന്നപ്പോ ആ കാലും കൊണ്ട് അതിനെ ഒരു ഒറ്റ ചവിട്ട്, അത് ആ ചുമരുമ്പോ പോയിട്ട് അത് ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ മരിച്ചുപോയി.
ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂച്ചയെ അല്ലെങ്കിൽ ഈ പൂച്ചക്കുട്ടിയെ കൊന്നത് ശരിക്കും ആരാ, റോസപ്പൂവാണോ? പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മള് ഡിപ്രഷനിലാവും. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാം. അല്ലെങ്കിൽ എന്ത് സാഹചര്യങ്ങളുടെയും പല രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയണം. നമ്മള് വന്നോട്ടെ, ഓവർകം ചെയ്യാന്നുള്ളതിന്. ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോവാൻ കഴിയും. കാരണം നമ്മളെ ലീഡേഴ്സ് ഒക്കെ റിജക്ഷൻ ഏറ്റെടുത്തവരാണ്. നമ്മുടെ മനോജ് സാർ തന്നെ പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, പലപ്പോഴും അദ്ദേഹം ഈ ഒരു മലപ്പുറം, കോട്ടയത്ത് നിന്ന് മലപ്പുറത്ത് നിന്ന് വന്ന സമയത്ത് റിജക്ഷൻ കേട്ടിട്ടുണ്ടാവാം. അദ്ദേഹം ഒരുപാട് നിർത്തി പോകേണ്ട ഒരു അവസ്ഥയിൽ വരെ അദ്ദേഹത്തിന്, പക്ഷെ അദ്ദേഹം ആ ഒരു സാഹചര്യങ്ങളെ നേരിട്ടിട്ടുണ്ടാകാം. ഒരു പക്ഷെ അദ്ദേഹം എഗെയിൻ പരിശ്രമിച്ചത് കൊണ്ടാകാം അദ്ദേഹം ഇന്നൊരു വലിയ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളെയൊക്കെ മോട്ടിവേറ്റ് അല്ലെ, അദ്ദേഹം ഒരു എടുത്ത തീരുമാനമാണ് ഇന്ന് നമ്മളെ പോലത്തെ ഒരുപാട് ആളുകളെ വാർത്തെടുക്കാൻ കാരണം. SBG എന്നുള്ള സിസ്റ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് കഴിവുള്ള ലീഡേഴ്സ് വളർന്നു വരുമായിരുന്നില്ല. ഒരുപാട് ആളുകൾ ഇനിയും വളർന്നു വരാൻ ഒരുപാട് നമ്മളുടെ ടാലന്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ മെച്ചപ്പെടുത്തി എടുക്കാനൊക്കെ നമ്മുടെ SBG നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇതിലേക്ക് വന്ന് നിന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുന്നോ ആ പെർഫോം ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുക. എനിക്കിതിൽ വിജയിക്കണം, എനിക്കിതിൽ സക്സസ് ആവണം. എന്നെ റിജക്ട് ചെയ്ത ആളുകളോട് മുന്നിൽ മധുര പ്രതികാരം. അവരോട് പോയി നമ്മൾ ഒരിക്കലും വെല്ലുവിളിക്കുക അല്ലെങ്കിൽ പരിഹാര സ്വരത്തിൽ ഒന്നും സംസാരിക്കണ്ട. നമ്മുടെ ഏറ്റവും അവർക്കൊക്കെ ഉള്ള മറുപടി എന്ന് പറയുന്നത് നമ്മുടെ വിജയം മാത്രമാണ്. എനിക്ക് പല സാഹചര്യത്തിലും പല ആളുകളും പലതും പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എൻ്റെ ഉള്ളിൽ കൂടുതൽ അഗ്നി അല്ലെങ്കിൽ തീ ആളി കത്തിയിട്ടുണ്ടോ, ഇതിന് പകരം ഞാൻ കാണിച്ചു തരാം. ഒരിക്കലും നമ്മളെ ഒരു അഹങ്കരിക്കല്ല, നമ്മളൊന്നും ആയിട്ട് ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറയാനല്ല, വിജയിക്കുക. അവരുടെയൊക്കെ ആ ഒരു റിജക്ഷൻ നമ്മളെ കൂടുതൽ എനർജി ഉള്ള ഒരു ലീഡറാക്കി മാറ്റണം. അതിൽ മാറാൻ നമ്മൾ ആദ്യം ഉൾക്കൊള്ളണം. ഇതൊക്കെ കേട്ടിട്ടും ഞാൻ മുന്നോട്ട് തന്നെയാണ്. ഒരിക്കലും ഒരു റിജക്ഷനോ ഒരു ശക്തിയോ എന്നെ തളർത്താൻ ഞാൻ വിട്ടുകൊടുക്കൂല എന്നുള്ളത് നമുക്ക് ഇപ്പൊ കണ്ടിട്ടില്ലേ പലരും. നമുക്കറിയാം ഈ ക്ലാസ്, അതായത് സോങ്ങിന്റെ ഒക്കെ ടിവിയിലൊക്കെ നമ്മൾ കാണുന്നു. അത്രയും ആവേശത്തോടെ അവർ അത്രയും എഫേർട്ട് എടുത്ത് പാടിയിട്ടും എലിമിനേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? പക്ഷെ ആ എലിമിനേഷനെ അവര് സങ്കടപ്പെട്ട് കരയുന്നുണ്ടാവും, എങ്കിലും അവർ ആ കരച്ചിലിന്റെ ഇടയിൽ സന്തോഷമുണ്ട് അല്ലെ. ഏതൊരു വ്യക്തിക്കും ഉണ്ട് റിജക്ഷൻ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മള് റിജക്ഷൻ ഏറ്റെടുത്താലേ നമ്മുടെ കൂടെ വന്ന ഒരാള് ഒരു റിജക്ഷൻ പറയുമ്പോ, അല്ലെങ്കിൽ എന്നോട് അവര് നോ എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ നമുക്ക് ഈസി ആയിട്ട് അത് പരിഹരിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പഠിച്ചതേ നമുക്ക് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകൾ അതിനു വേണ്ടി മുന്നോട്ട് നിൽക്കൂല. പലപ്പോഴും എന്തേലും ഒന്നോ രണ്ടോ റിജക്ഷൻ ഏറ്റെടുക്കും. ലീഡേഴ്സ് പറയും അതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാലും എത്രയേ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ആളുകൾ നോ പറയണ, അങ്ങനെ വീട്ടിൽ പോയിങ്ങാണ്ട് ഇങ്ങനെ ചെയ്യുന്നതും അത് അവരോട് വീണ്ടും പറയുന്നതും ഇഷ്ടമല്ല. ആ വ്യക്തിനെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി എവിടം വരെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സക്സസ് എന്താ, ഏതാണ് അദ്ദേഹത്തിന്റെ ഒരു മെച്ചം അല്ലെങ്കിൽ ഒരു റാങ്ക് അല്ലെങ്കിൽ സക്സസ് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ആ റിജക്ഷൻ കേട്ട് നമ്മൾ എന്തായാലും ഏതിനായാലും നമുക്ക് അതിനൊക്കെ തരണം ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഏറ്റവും വലിയ കാര്യം നമ്മള് ഒറ്റയ്ക്ക് ഇരിക്കരുത്. കാരണം നമ്മള് ഈ റിജക്ട് ഇതിനൊക്കെ കാരണം നമ്മള് എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവണം. നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഫീൽഡിൽ എൻഗേജ്ഡ് ആവാൻ നമ്മളെ ഈ ബിസിനസ് തന്നെ ഏറ്റവും ഉദാഹരണമാണ്. നമ്മൾ എൻഗേജ്ഡ് ആകുക. ഒരു ദിവസം നിങ്ങൾക്ക് വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ വന്ന ആളുകളുടെ ലിസ്റ്റ് ഇട്ടിട്ട് അവരുടെ ഏതെങ്കിലും ഒരാളുടെ ലിസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോവുക. അല്ലെങ്കിൽ ഒരാളെ നിങ്ങൾ KYC ചെയ്യാനോ ID അടിക്കാനോ എന്താണോ നിങ്ങൾക്ക് കിട്ടിയ അറിവ്, അല്ലെങ്കിൽ നിങ്ങളെ ലീഡർ അടുത്ത് പോവുക. സാറേ എനിക്ക് ഇങ്ങനെ ഉണ്ട്, ഇതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ആ കാര്യം പഠിക്കട്ടെ. എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കാതായിരിക്കുക. കാരണം പലപ്പോഴും റിജക്ഷൻ ഏറ്റെടുത്ത് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഡിപ്രഷനാണ്, ടെൻഷനാണ്. അത് ആലോചിച്ച് നമ്മൾ ഒരു പക്ഷെ നമ്മൾ വീണ്ടും ഡൗൺ ആകാനും. അപ്പോഴാവും ലീഡർ വിളിക്കുക, ഈ നാളെ BOP ആയിട്ടോ അല്ലെങ്കിൽ GTS ആയിട്ടോ അല്ലെ ഞാൻ ഇന്നില്ല, ഈ ആഴ്ച ഇല്ല അല്ലെ, എന്തെങ്കിലും അല്ലെങ്കിൽ വീട്ടിലത്തെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൽ നിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, ഹസ്ബൻഡ്, വൈഫ് ആരെങ്കിലും നല്ല പവർഫുൾ ആയിട്ട് വരുന്ന ഒരു ലീഡറോ എന്തെങ്കിലും ഒരു കുഞ്ഞു റിജക്ഷൻ. കാരണം ഈ റിജക്ഷൻ നമ്മുടെ ഫാമിലിയിൽ നിന്നാണെങ്കിൽ ഇപ്പൊ തൽക്കാലം അവരോട് പുഞ്ചിരിച്ച് അതിന് മറുപടി പറയാം. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി ഇതിന്റെ ആ ഒരു ഫ്രൂട്ട്സ് ആസ്വദിക്കാനുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ ഫാമിലി തന്നെയാണ്. അപ്പൊ ആ ഫാമിലി ഇത് ആസ്വദിക്കണം. നാളെ കണ്ണ് നിറഞ്ഞ് അല്ലെങ്കിൽ നന്ദിയോടെ അവര് നമ്മളോട് സംസാരിക്കണം. ഇന്ന് അവര് റിജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ അവര് നമ്മളോട് പറയണം, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും
നിങ്ങൾ ഇത് ഏറ്റെടുത്തത് കൊണ്ടല്ലേ നമുക്ക് ഈ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ കിട്ടിയത്. അതിന് നമ്മളെ ഒരു അഭിനന്ദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ. കാരണം അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു നിങ്ങൾ പോകാതിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എവിടെയാണ് എന്നുള്ള രൂപത്തിലാകും. അതിന് പകരം നമ്മൾ അതൊക്കെ റിജക്ട് ചെയ്യുക. ആരോടും നമ്മൾ എന്താ പറയാ മസിൽ പിടിക്കണ്ട. റിജക്ട് ചെയ്യുന്നോട് അവരെ നമ്മള് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഉയർച്ച അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നാളെ അവര് നമ്മളെ നോക്കി കാണുന്നുണ്ടാവും. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട്. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരുപാട് ആളുകളോട് പറയുന്ന സമയത്ത് അവരൊക്കെ നോ അല്ലെങ്കിൽ റിജക്റ്റ് പറയുന്ന സമയത്തൊക്കെ അവര് കാരണം നമ്മൾ പോകാനോ അല്ലെങ്കിൽ നമ്മൾ അവരെ ഒഴിവാക്കാനോ അവർ കാരണം നമ്മൾ ഡിപ്രഷൻ ആവാനോ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് കയർത്ത് സംസാരിക്കാനോ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കൂടെ അവരെ അസോസിയേറ്റ് ചെയ്യാൻ അവർ താല്പര്യപ്പെടില്ല. അതിന് പകരം നമ്മള് ക്ഷമിക്കുക. നോ പറഞ്ഞ് നമ്മളെ ഗാന്ധിജിയുടെ ആ ഒരു ഇത്, കാരണം ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാരണം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അല്ലെ. നമ്മൾ മുഖം ഒന്ന് കാണിച്ചു കൊടുത്താൽ അത്രയും എന്താ പറയാ റിസ്ക് ഒന്നും എടുക്കണ്ട. പക്ഷെ റിജക്ഷൻ നമുക്ക് നല്ല രീതിയിൽ പുഞ്ചിരിയോടെ അല്ലെങ്കിൽ മന്ദഹാസത്തോടെ നമ്മൾ റിജക്ട് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു സാഹചര്യം നമ്മൾ ആ ഒരു മറികടക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ തന്നെയാണ് നാളത്തെ ഡയമണ്ടുകൾ ഓരോരുത്തരായി മാറുന്നത്. അതിനെല്ലാവർക്കും കഴിയട്ടെ. ചിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിരിക്കുക. ഈ ഒരു റിജക്ഷൻ ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നല്ല ഡ്രീം വേണം. ഒരു നല്ല ഡ്രീമും ഗോളും ഉള്ള ആളുകൾക്ക് ഒരു റിജക്ഷനും കുഴപ്പമില്ല, അവർക്കത് തരണം ചെയ്യാൻ കഴിയും. കാരണം ഞാൻ ഇവരുടെ നോ കേട്ടുകാണ്ട് തളർന്നിരിക്കാൻ വന്ന ആളല്ല. എനിക്ക് ഡ്രീം ഉണ്ട്, ഗോൾ ഉണ്ട്. ആ ഒരു ഡ്രീമിലേക്കും ഗോളിലേക്കും എത്തണമെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. പല രീതിയിലുള്ള റിജക്ഷന് നമുക്ക് വരും. അവിടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ക്ഷമയും സഹനവും അതുപോലെ തന്നെ അതിനുള്ള ആത്മധൈര്യവും വിശ്വാസവും കോൺഫിഡൻസും ഒക്കെ നമുക്ക് പകർന്നു തരാൻ തന്നെയാണ് നമ്മുടെ SBG ഉള്ളത്. ഇതുപോലുള്ള രാവിലെ എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു കുറഞ്ഞ സമയത്തിലുള്ള ഒരു മെസ്സേജ് എനിക്ക് ഒരുപാട് ആളുകൾക്ക് പകർന്നു തരാൻ, ഇത്രയും ആളുകൾക്ക് എന്ന് ഒരുപാട് ആളുകളുണ്ട്, 300-400ഓളം ആളുകൾക്ക് ഇന്ന് ഈ ഒരു രാവിലത്തെ മോർണിംഗ് സെഷനിൽ എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരു മോട്ടിവേഷൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ നമ്മൾക്ക് ഞാൻ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ഒരുപാട് അറിവുകൾ കിട്ടുന്ന ക്ലാസ് ആണ് മോർണിംഗ് സെഷന്. അത് എടുക്കുന്ന വ്യക്തിക്ക് അറിവ് കൂടാനും കേൾക്കുന്ന വ്യക്തിക്ക് അറിവ് കിട്ടാനും ഉപകാരപ്പെടുന്ന ഒരു സെഷനാണ് രാവിലത്തെ മോർണിംഗ്. അത് നിങ്ങൾ പരമാവധി നമ്മുടെ എല്ലാ പ്രോഗ്രാമും SBGയും കമ്പനി വെക്കുന്ന പ്രോഗ്രാം ഒരിക്കൽ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ചില ആളുകൾ ഇപ്പോ ഉണർന്നിരുന്ന് കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും, പോയിന്റുകൾ എഴുതി വെക്കുന്ന ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ ബെഡിൽ കിടന്നിട്ട് ആ ഒരു ലീഡർ കാണാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ആളുകൾ നമ്മുടെ SBGയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാണ്. കാരണം നമ്മളൊക്കെ പവർഫുൾ ആണ്, നമ്മളൊക്കെ റീഗ്നേറ്റ് ആണ്. നമ്മളെ ലീഡർ രാവിലെ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പവർഫുൾ ആയിട്ടുള്ള വാക്കുകളാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള, എനിക്ക് അത്ഭുതമാണ്. ഓരോ ആഴ്ചയിൽ അദ്ദേഹം പുതിയ ഇൻഫർമേഷൻ ആണ്. അത്രയും നല്ലൊരു ഓർഗനൈസേഷനിൽ വന്ന് നമ്മൾ എന്തിനാണ് ഇനി ഭയപ്പെടുന്നത്? നമ്മള് സ്വർണ്ണ ചിറകുകളാണ് അല്ലെ, നമുക്ക് പറക്കാൻ കഴിയണം. അദ്ദേഹത്തിന്റെ ആ ഒരു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ നമ്മള് മഴവില്ലിന് മുകളിൽ പറക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നമ്മൾ SBGയുടെ മക്കളാണ്. നമ്മള് പോകേണ്ടവരല്ല. നമ്മളെല്ലാവരും എല്ലാ രീതിയിലും നമുക്ക് നമ്മുടെ പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം കോൺഫിഡൻസും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെർഫോമൻസ് കൂട്ടാനൊക്കെ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു എന്നെ ശ്രമിച്ച എല്ലാ ആളുകൾക്കും SBGയുടെ പേരിലും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.